ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രശസ്തയായിട്ടുള്ള ന്യൂട്രീഷണൽ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ശാന്തി അവരുടെ ഒരു കേസ് ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. 34 വയസ്സുള്ള ഒരു യുവതി അവർ ഡോക്ടറെ കാണാൻ വന്നത് ഓർക്കാനം അതിഭയങ്കരമായ ക്ഷീണം, മലം ഒട്ടും പോകുന്നില്ല, മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റിൽ തരിപ്പ്, രക്തപരിശോധന നടത്തിയ സമയത്ത് വൃക്ക തകരാറിലാകുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. വൃക്കയ്ക്കകത്ത് അവർ പരിശോധിച്ച സമയത്ത് ഉയർന്ന അളവിൽ കാൽഷ്യം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യം, ക്രിയാറ്റിൻ വളരെയധികം ഉയർന്നു നിൽക്കുന്നു. വളരെ പണിപ്പെട്ട് ഒടുവിൽ ഡോക്ടർമാർക്ക് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അവരോട് ഈ വിഷയം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച സമയത്ത് പ്രത്യേകിച്ച് ഒരു കാരണവും അവരുടെ ജീവിത രീതിയിലില്ല. പക്ഷേ അവർ ചെയ്ത ഏക കാര്യം ദീർഘകാലമായി വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഏത് ഡോക്ടറാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറൊന്നും എഴുതിയതല്ല, വൈറ്റമിൻ ഡി ശരീരത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് സ്വയം ഇവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാസങ്ങളോളം ഒരു ഡോക്ടർമാരോടും ചോദിക്കാതെ വൈറ്റമിൻ ഡി അവർ എടുത്തത് രക്തത്തിൽ വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ ഡിയുടെ അളവെത്തുകയും അത് അവർക്കുണ്ടാക്കിയ കോംപ്ലിക്കേഷനാണ് ഇത്. ഇന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഏതൊരു മനുഷ്യനെയും ഇന്നിപ്പോൾ രക്തപരിശോധന നടത്തിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി വളരെ കുറവായിട്ട് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ ഇതിന് വൈറ്റമിൻ ഡി എഴുതാറുമുണ്ട്. ഇത് പലരും കണ്ടിട്ട് രക്തപരിശോധനയൊന്നും നടത്താതെ വൈറ്റമിൻ ഡി ഇന്ന് എല്ലാവർക്കും കുറവാണെന്ന് കരുതി ഓൺലൈനിൽ നിന്നും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ വാങ്ങിക്കഴിക്കുക, മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്വയം പോയിട്ട് ഈ വളരെ ഉയർന്ന ഡോസ് വൈറ്റമിൻ ഡി വാങ്ങി കഴിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പലർക്കും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ചെറുപ്പക്കാർക്കുൾപ്പെടെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ശരീരത്തിൽ ഈ കാൽഷ്യത്തിൻ്റെ റെഗുലേഷനും നല്ലതാണ്. ഇതൊരു പ്രോ ഹോർമോണാണ്. രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. നമ്മുടെ കുടലിന്, നമ്മുടെ കരളിന്, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറ്റി നിർത്തുന്നതിന് എല്ലാം നല്ലതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിൻ്റെ അളവ് ശ്രദ്ധിക്കണം. കാരണം ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. സാധാരണ കൊഴുപ്പിനകത്താണ് ഇവ ഉള്ളത്, നമ്മുടെ കരളിനകത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതും. ഈ കൊഴുപ്പിനോടൊപ്പമാണ് ഇത് ശരീരത്തിൽ കൂടുതൽ വലിച്ചെടുക്കുന്നതും. കൂടുതലായിട്ട് വെയിലിൽ നിന്നുമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്നത്. മുട്ട പോലുള്ള ഭക്ഷണങ്ങൾക്കകത്തും ഇവ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വൈറ്റമിൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇത് പോകാനായിട്ട് സാധിക്കത്തില്ല. സാധാരണ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്, അതായത് ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, വൈറ്റമിൻ സി പോലുള്ളവ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റിലൊക്കെ ഡോക്ടറോട് ചോദിക്കാതെയൊക്കെ കഴിച്ചിരുന്നാലും ഇത് മൂത്രത്തിലൂടെ അലിയിച്ച് പുറത്തേക്ക് കളയാനുള്ള ശേഷി ശരീരത്തിനുണ്ട് ഉയർന്ന അളവിലെത്തിയാൽ. എന്നാൽ ഈ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ പോലുള്ളവ ഫാറ്റിൽ, കൊഴുപ്പിൽ അലിഞ്ഞ് സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസ് അളവ് കൂടിയാലും ശരീരത്തിൽ നിന്നും സ്വയം പുറത്തേക്ക് കളയാൻ ശരീരത്തിന് സാധിക്കത്തില്ല. ഒരിക്കലും ഈ വെയിൽ കൊണ്ടിരുന്നാലോ മുട്ടയൊക്കെ കഴിച്ചിരുന്നാലോ ഒരു പരിധിക്ക് മുകളിലേക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ പോകത്തില്ല. എന്നാൽ തുടർച്ചയായിട്ട് വളരെ ഉയർന്ന ഡോസ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ ഡോക്ടർമാരോട് ചോദിക്കാതെ കഴിച്ചാൽ, ഇതിനു മുമ്പും ഞാൻ പല വീഡിയോസിലും വൈറ്റമിൻ ഡിയെക്കുറിച്ച് പറയുമ്പോൾ വൈറ്റമിൻ ഡി രക്തപരിശോധന നടത്തിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രമേ ആ നിശ്ചിത ഡോസ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നാൽ ഡോക്ടർമാരോട് ചോദിക്കാതെ പലരും ഓൺലൈനിലൊക്കെ ഇപ്പോൾ വൈറ്റമിൻ ഡി വാങ്ങി കഴിക്കാറുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. അവർക്ക് ഈ പറഞ്ഞ അപകടം സംഭവിക്കും. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ കുടലിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ കാൽഷ്യത്തിനെ വളരെ ഉയർന്ന അളവിൽ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഈ രക്തത്തിലേക്ക് എത്തുന്ന കാൽഷ്യം എന്ത് സംഭവിക്കും, ഒന്ന് രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വൃക്കയ്ക്കകത്ത് ഇത് കംപ്ലീറ്റ് അരിച്ചു വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്ന അവസ്ഥ വരും. ഒന്ന്, മൂത്രത്തിൽ കല്ല് വളരെ പെട്ടെന്ന് ഉണ്ടാകും. കൂടാതെ വൃക്ക തകരാറിലാകാനുള്ള സാധ്യത, അതാണ് ആ പെൺകുട്ടിക്ക് 34 വയസ്സുള്ള യുവതിക്ക് സംഭവിച്ചത്. ഇതേപോലെ തന്നെ രക്തത്തിൽ ഉയർന്ന അളവിൽ കാൽഷ്യം എത്തിക്കഴിഞ്ഞാൽ ഇത് രക്തക്കുഴലിൻ്റെ ഭിത്തിക്ക് ഡാമേജ് ഉണ്ടാക്കും. രക്തക്കുഴലിൻ്റെ ഭിത്തിയുടെ ഇലാസ്റ്റിസിറ്റി പോയിട്ട് അത് വളരെ ഹാർഡായി പോകുന്നൊരവസ്ഥയുണ്ടാവും. രക്തക്കുഴലിന് അത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാവും. എന്ത് സംഭവിക്കും, ചുരുക്കി പറഞ്ഞാൽ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകളായിരിക്കും ഫലം. എന്തിനിത്തരം പൊല്ലാപ്പുകൾക്ക് പോകുന്നു? വൈറ്റമിൻ ഡിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് രക്തപരിശോധന നടത്തി വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡോക്ടർ എഴുതി തരുന്ന ഡോസ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും സ്വയം ഉയർന്ന ഡോസ് വൈറ്റമിൻ ഡി വാങ്ങി കഴിക്കരുത്. ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നല്ലത് എന്ന് കരുതുന്ന പലതും അമിതമായാൽ അപകടകരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരമാണിത്. എല്ലാവരും സത്യാവസ്ഥ തിരിച്ചറിയട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.